രണ്ടാം തുടർഭരണം നടത്തുന്ന എരുമപ്പെട്ടി പഞ്ചായത്ത് LDF ഭരണസമിതി ലോക്കൽ പർച്ചേസുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതായി പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ പരാതി നൽകുമെന്ന് മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 ഡിസംബർ മുതൽ 2026 മാർച്ച് മാസം വരെയുള്ള കാലയളവിൽ ഏകദേശം 2 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളത്. മുൻ പ്രസിഡന്റ് S. ബസന്തലാലും നിലവിലെ പ്രസിഡന്റ് ബിന്ദു ഗിരീഷും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് ക്രമക്കേടുകൾ നടത്തുന്നത്. പ്രോഗ്രാമുകളുടെ ഫ്ലക്സ് നോട്ടീസ് ഉൾപ്പെടെയുള്ള പ്രിന്റിംഗ് വർക്കുകളിൽ സാധാരണ തുകയേക്കാൾ അധിക തുക ബില്ലുകളിൽ രേഖപ്പെടുത്തി 65,000 രൂപയോളം തട്ടിയെടുത്തു. പഞ്ചായത്ത് പരിപാടികളിൽ സ്വകാര്യ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തി സ്റ്റേജ്, കസേരകൾ, സൗണ്ട് സിസ്റ്റം എന്നിവ വാടകയ്ക്കെടുത്തു എന്ന് കാണിച്ചും ബില്ലുകളിൽ ഇരട്ടി തുകകൾ രേഖപ്പെടുത്തിയും 1,30,000 രൂപയോളം തട്ടിയെടുത്തിട്ടുണ്ട് എന്നും കോൺഗ്രസ് ആരോപിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അധികാരത്തിൽ വന്ന് കഴിഞ്ഞ മാർച്ച് വരെ ഏകദേശം 4 മാസക്കാലത്തെ കണക്ക് കഴിഞ്ഞ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട ഏകദേശം 2 ലക്ഷം രൂപയോളമുള്ള അഴിമതിയാണ് ഈ 4 മാസക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ളത്. ഇതിന് പ്രധാനമായിക്കൊണ്ടും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷും പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിയാണ് ഈ അഴിമതികളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പ്രിന്റിംഗ് മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രസ് ക്ലബിലുള്ള ആളുകളെല്ലാം പ്രിന്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. ഒരു സ്ക്വയർ ഫീറ്റ് ഫ്ലെക്സ് അടിക്കണമെങ്കിൽ GST അടക്കം ഏകദേശം 20 രൂപയിൽ താഴെയാണ് വരുന്നത്, 15% GST അടക്കം. പക്ഷേ എരുമപ്പെട്ടി പഞ്ചായത്തിൽ ഇന്ന് പ്രിന്റിംഗ് നടത്തിക്കൊണ്ട് ഫ്ലെക്സ് അടിക്കുന്നതിന് 29 രൂപ 50 പൈസയാണ് പ്രിന്റിംഗ് ചാർജ് ഇനത്തിൽ ഫ്ലെക്സിൻ്റെ ഇതിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കും ഇത് എന്താ ഒരു 10 രൂപയുടെ അഴിമതിയാണെന്ന്. പക്ഷേ ഈ 4 മാസ കാലയളവിൽ മാത്രം ഏകദേശം പ്രിന്റിംഗ് മേഖലയിലേക്ക് മാത്രമായിട്ട് ഈ 4 മാസ കാലയളവിനുള്ള ഏകദേശം 65,000 രൂപയോളമാണ് ഈ ഇനത്തിൽ അഴിമതി നടന്നിട്ടുള്ളത്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് തന്നെ പല ഉദ്ഘാടനങ്ങളുടെ പേരിലും മൈക്ക് സെറ്റ് വാടകയ്ക്ക് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 1,29,500 രൂപയുടെ അഴിമതി നടത്തിയിരിക്കുകയാണ്. ഏറ്റവും നമുക്ക് ഇതിലെല്ലാം തന്നെ നിങ്ങളെല്ലാവരും എരുമപ്പെട്ടി പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മാധ്യമപ്രവർത്തകരാണ്. നമുക്കറിയാം ആ ഹാളിനകത്ത് എത്ര കസാര ഇടാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 150 അതല്ലെങ്കിൽ 160 കസാര ഇടാൻ പറ്റുമെന്ന ആ ഹാളിനകത്ത് 250 കസാര ഇട്ടു എന്നാണ് അതിനകത്ത് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു കസാരയുടെ വാടക എന്ന് പറയുന്നത് 5 രൂപയാണ് വാടക, 10 രൂപയാണ് ഒരു കസാരയ്ക്ക് വാടക എഴുതിയിട്ടുള്ളത്. എന്നപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കാവുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ പല ആൾക്കാരും അന്വേഷിച്ചപ്പോൾ മാക്സിമം ഒരു 1000 അല്ലെങ്കിൽ 1500 വാട്ട്സാണ് ആ ഹോളിനകത്ത് സൗണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 4000 വാട്ട്സ് സൗണ്ട് ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. 4000 വാട്ട്സ് സൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 4000 രൂപ അല്ലെങ്കിൽ 5000 രൂപയോടെ വരുന്ന സ്ഥാനത്ത് 8000 രൂപയാണ് അതിന് ചെലവാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പല പരിപാടികളും സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ സ്റ്റേജുകൾക്കും അവർ ഇട്ടിട്ടുള്ളത് 20-18 സ്റ്റേജാണ് ഇട്ടിട്ടുള്ളത്. 20-18 സ്റ്റേജ് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചപ്പോൾ 6000 രൂപയാണ് അതിന് വരുന്നത്. നമ്മൾ പല പന്തൽ പണിക്കാരുമായിട്ടും മറ്റും അന്വേഷിച്ച് നോക്കിയപ്പോൾ 6000 രൂപയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ ഇവർ 12,500 രൂപയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ തൊട്ട മേഖലയിലെല്ലാം തന്നെ വലിയൊരു അഴിമതിയാണ് ഈ ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ചെയർമാനായ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ബില്ലുകൾ പാസ്സാക്കേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഭരണസമിതി ഈ തീരുമാനത്തെ മറികടന്ന് കോൺഗ്രസ് മെമ്പർമാരുടെ വിയോജിപ്പോടെ ബില്ലുകൾ പാസാക്കി. കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കാലത്തും ഇത്തരത്തിലുള്ള അഴിമതിയും ക്രമക്കേടുകളും നടത്തിയിട്ടുണ്ടെന്നും ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി വരികയാണെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ മീന ശലോമോൻ, ഫ്രിജോ വടക്കൂട്ട്, റിജി ജോർജ്, MP വിജീഷ് എന്നിവർ പങ്കെടുത്തു. You are watching VCV News.